ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബാക്കി വന്ന പുട്ട് കൊണ്ട് ഹസ്ബൻഡ് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി ആദ്യം സവാള കട്ട് ചെയ്യണം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ സവാള കട്ട് ചെയ്തു. പിന്നെ ഒരു ചെറിയ തക്കാളി വേണം. ഒരു പച്ചമുളക് വേണം. ഇത്രയും കട്ട് ചെയ്ത് വെക്കണം. ഒരു മുട്ട വേണം. നമ്മളിപ്പോൾ ഒരു കഷ്ണം പുട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു ചെറിയ കഷ്ണമാണ് ബാക്കി വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, തക്കാളി ഇത്രയും സാധനങ്ങൾ അതിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ലെവലിൽ വഴറ്റിയാൽ മതി കേട്ടോ. ഒരു തരി ഉപ്പും കൂടെ ഇടണേ. സവാള വഴറ്റുമ്പോൾ ഇട്ടാൽ മതി. കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴറ്റി വരട്ടെ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടെ കഴിക്കണം, തണുപ്പിച്ചിട്ട് കഴിക്കരുത്. ഒരു നേരിയ ചൂടോടെ തന്നെ കഴിക്കണം, എന്നാലേ നല്ല ടേസ്റ്റാണ്. ഒരു മുട്ട, സവാളയൊക്കെ വഴറ്റി ഒരു ഇതായി കഴിയുമ്പോൾ ഒരു മുട്ട ഇടണം. മുട്ട ഇട്ടിട്ട് നന്നായിട്ട് അത് വറുത്തെടുക്കണം. അതിലിട്ട് ഇളക്കി വറുത്തെടുക്കണം. ചിക്കി വറുത്ത് അതിൻ്റെ കൂടെ തന്നെ എടുക്കണം. അതിന് ശേഷം നമ്മുടെ പുട്ട് എടുത്തിട്ട് അതിലേക്ക് പൊടിച്ചിടണം. നന്നായിട്ട് പൊടിച്ചിട്ടിട്ട് അതെല്ലാം കൂടെ ഇളക്കി ചേർക്കണം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. അപ്പം നമ്മുടെ സ്പെഷ്യൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ പുട്ട് എന്തായാലും ഒരു ചെറിയ കഷ്ണമെങ്കിലും ബാക്കി വരാതിരിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ റെഡിയായി.